ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെം ഹിസ്റ്ററി ആണ്. അപ്പോൾ മൊഡ്യൂൾ 2 ആണ് കേരള അപ് ടു ദ അയറൺ ഏജ്, കേരളം ഇരുമ്പ് യുഗത്തിലേക്ക് എന്ന പാഠമാണ് നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് നമ്മൾ ഫുള്ളായിട്ടാണ് നോക്കിയത്. ഇനി കേരളത്തിന്റെ മനുഷ്യവാസം ആരംഭിച്ചത് അല്ലെങ്കിൽ ഉണ്ടായത് എന്നാണെന്ന് നോക്കാം. അതായത് കേരളം സ്റ്റാർട്ട് ചെയ്ത് ശിലായുഗത്തിൽ നിന്ന് ഇപ്പോൾ ഇരുമ്പ് യുഗം വരെ എത്തിയിരിക്കുന്നു. ഈ ഒരു ചാപ്റ്റർ ശിലായുഗത്തിലും ഇരുമ്പ് യുഗത്തിലും സ്റ്റോൺ ഏജ് ടു അയറൺ ഏജ് കേരളത്തിന്റെ രൂപീകരണത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രീ ഹിസ്റ്ററി എവിഡൻസ് എന്താണെന്ന് നോക്കാം. ഇനി എന്താണ് പ്രീ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രാതീതം എന്താണെന്ന് നോക്കാം. എഴുത്തിന്റെ കണ്ടുപിടുത്തത്തിന് മുമ്പുള്ള കാലഘട്ടം എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിനെ. ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനത്തിന് ചരിത്രകാരന്മാർക്ക് പുരാതന വസ്തുക്കളെ തെളിവുകളെ അടിസ്ഥാനമാക്കിയാണ് അവർ 3 കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പാലിയോത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. ഈ 3 സംസ്കാരിക ഘടകങ്ങൾ ശിലായുഗത്തെ ഉൾക്കൊള്ളുന്നതാണ് ട്ടോ. പിന്നെ അതേപോലെ കേരളത്തിൽ ഇതുവരെ 2 തരത്തിലുള്ള ചരിത്രാതീത തെളിവുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിലൊന്നാമത്തെ തെളിവാണ് ദ സ്റ്റോൺ ഏജ് ഇംപ്ലിമെന്റ്സ് വെയർ ഡിസ്റ്റോയിഡ് ഫ്രം ദ സർഫസ് ആൻഡ് എക്സ്കവേറ്റിംഗ് പിറ്റ്സ്. അതായത് ഉപരിതലത്തിൽ നിന്നും ഉത്ഖനന കുഴികളിൽ നിന്നും ശിലായുഗ ഉപകരണങ്ങൾ കണ്ടെത്തി. അതായത് അവർ പണ്ട് ഓരോ കുഴികളിലൊക്കെ അവർ പണ്ട് യൂസ് ചെയ്ത് കല്ലായിക്കോട്ടെ, ഓരോ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളായിക്കോട്ടെ, അങ്ങനെയൊക്കെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ രണ്ടാമത്തെ തെളിവാണ് ദ റോക്ക് ഷെൽട്ടേഴ്സ് വിത്ത് പ്രീ ഹിസ്റ്റോറിക്കൽ എൻകേവിങ്സ് ആൻഡ് ഓർ പെയിന്റിങ്സ്. അതായത് ചരിത്രാതീത കാലഘട്ടത്തെ കൊത്തുപണികളോ പെയിന്റുകളോ ഉള്ള പാറകളും പണ്ട് കാലങ്ങളിൽ, അതായത് ഈ എഴുത്തുകാരൊക്കെ വരുന്നതിൻ്റെ മുമ്പ് പണ്ട് കാലങ്ങളിലെ ഇപ്പം പണ്ടുള്ളവർ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കല്ലിലും ഒക്കെ എഴുതിയിരുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ തെളിവാണ് പാറകളിലും ഇതേപോലെ പെയിന്റിങ്ങും എഴുത്തും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് പ്രീ ഹിസ്റ്റോറിക് സ്റ്റോൺ ടൂൾസ് എന്താണെന്ന് നോക്കാം. അതായത് ചരിത്രാതീതമായ കാലഘട്ടത്തിൽ കല്ലിൻ്റെ ഒക്കെ ഉപയോഗത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. ചരിത്രാതീതം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എഴുത്തും വായനയൊക്കെ വരുന്നതിൻ്റെ മുമ്പിലെ കാലഘട്ടത്തിൽ മനുഷ്യർ കല്ലുകൊണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നതിനൊക്കെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് ട്ടോ. ചരിത്രാതീത ശിലായുഗത്തെ പൊതുവെ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് എന്നിങ്ങനെ 3 സാംസ്കാരിക കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ വർഗീകരണം തുടക്കത്തിലെ കല്ലു ഉപയോഗങ്ങളുടെ ഒരു രീതിക്കനുസരിച്ചാണ് അടിസ്ഥാനത്തിലാണ് ഘട്ടങ്ങളാക്കിയിരിക്കുന്നത്. പാലിയോലിത്തിക് ഘട്ടത്തിൽ ആളുകൾ പൊതുവെ പരുക്കൻ ശിലായുഗങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് പരുക്കനായിക്കാണ്ട് വല്ലാതെ മൂർച്ചയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള കല്ലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാണ്. മധ്യശിലായുഗ കാലഘട്ടത്തിൽ വളരെ മൂർച്ചയുള്ള ചെറിയ അടരുകൾ ഉപയോഗിച്ചിരുന്നു. അതായത് നല്ല മൂർച്ചയുള്ള എന്നാലോ അടരുകൾ എന്ന് പറഞ്ഞാൽ കത്തിന്റെ രൂപത്തിലൊക്കെയുള്ള മിനുസപ്പെടുത്താത്ത രീതിയിലുള്ള കല്ലുകളായിരുന്നു അവർ മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത്. നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് കാലഘട്ടങ്ങളിൽ മിനുക്കിയ ശിലാ ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഈ ഒരു കാലഘട്ടത്തിലാണ് മര്യാദക്ക് ഓരോ സാധനം നല്ല മിനുസൊക്കെ പെടുത്തിക്കാണ്ട് നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. ഇനി ഓരോ കണ്ടെത്തലുകൾ നമുക്ക് നോക്കാം. റോബർട്ട് ബ്രൂസ് ഫ്യൂഡ് 1863 മദ്രാസിനടുത്തുള്ള പലാവരത്ത് നിന്ന് ആദ്യത്തെ പുരാതന ശിലായുഗ കോടാലി ഉപകരണം കണ്ടെത്തി. ആദ്യ ശിലായുഗം സാധനം എന്താണ്? കോടാലിയാണ് ആദ്യമായി കണ്ടെത്തിയത്. അതാരാണ്? റോബർട്ട് ഫ്യൂട്ടാണ്. ഈ കണ്ടെത്തൽ ദക്ഷിണേന്ത്യയിലെ ചരിത്രാതീത നിവാസികളുടെ, അതായത് മനുഷ്യരുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് ആർക്ക് മനസ്സിലായി? ദക്ഷിണേന്ത്യയിലെ ചരിത്രാതീത തെളിവുകളായിക്കാണ്ട് കണ്ടെത്തി. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ചരിത്രാതീത പഠനങ്ങൾ ആരംഭിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ കോഴിക്കോട്ടെ ചേവായൂരിൽ നിന്ന് മധ്യശിലായുഗത്തിലെ ആദ്യത്തെ മൈക്രോലിത്തിക് ഉപകരണങ്ങൾ KRU ട്രോഫ് കണ്ടെത്തി. അതേപോലെ പാലക്കാട്
അപ്പോൾ പാലക്കാട് കന്യാക്കോട് കുന്നിൽ നിന്ന് ഫിലിക് തടാകം നവീന ശിലായുഗ കൈ അക്ഷരങ്ങൾ കണ്ടെത്തിയതും കേരളത്തിലെ നവീന ശിലായുഗ സംസ്കാരങ്ങളുടെ ഘട്ടത്തെ അടിവരയിടുന്നു. പിന്നെ അതേപോലെ ഫോസറ്റ് വയനാട്ടിലെ എടക്കല്ലിൽ ഒരു റോക്ക് ഷെൽട്ടർ കണ്ടെത്തി. അപ്പൊ ഈ കണ്ടെത്തലുകൾ കൂടാതെ പാലിയോലിത്തിക് ആവാസവ്യവസ്ഥയുടെ കാര്യത്തിൽ കേരളത്തിന്റെ ഭൂമി അണുവിമുക്തമായി കണക്കാക്കപ്പെട്ടിരുന്നു. പിന്നെ അതേപോലെ 1974 പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ആദ്യത്തെ പുരാതന ശിലായുഗ ഉപകരണങ്ങൾ കണ്ടെത്തിയത് പി. രാജേന്ദ്രനാണ്. തുടർന്ന് 1970-കൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മുൻകൈയിൽ കേരളത്തിലെമ്പാടും നിരവധി ചരിത്രാതീത സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പി. രാജേന്ദ്രനാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ ഈ എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പ് ഓരോ ചിത്രങ്ങളും അതേപോലെ ഓരോ വസ്തുക്കളും കണ്ടെത്തിയത് ആരാണ്? കൂടുതലായിക്കാണ്ട് പി. രാജേന്ദ്രനാണ്. അത് പി. രാജേന്ദ്രന്റെ പ്രീ ഹിസ്റ്റോറിക് കൾച്ചേഴ്സ് ആൻഡ് എൻവയോൺമെന്റും പിന്നെ അതേപോലെ അൺറിവീലിംഗ് ദ പാസ്റ്റ് എന്നീ 2 കൃതികൾ കേരളത്തിന്റെ ചരിത്രാതീത സ്ഥലങ്ങളെ കുറിച്ച് നല്ല ഡീപ്പായിക്കാണ്ട് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ പ്രസിദ്ധീകരണങ്ങൾ ഇന്ത്യയുടെ ചരിത്രാതീത ഭൂപടത്തിൽ കേരളത്തിന്റെ ചരിത്രാതീത സംസ്കാരങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഉപകരണങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി 3 പീരിയഡ്സിന് നമുക്ക് ഡീപ്പായിക്കാണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നോക്കാം. പുരാതന ശിലായുഗം അഥവാ പഴയ ശിലായുഗം, അത് ഓൾഡ് സ്റ്റോൺ ഏജ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ആദ്യകാല സാംസ്കാരിക ഘട്ടമാണ്. ആളുകൾ ലളിതമായ പരുക്കൻ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് പാലിയോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ ശ്രീലങ്കയുടെയും കേരളത്തിന്റെയും പാലിയോലിത്തിക് ഉപകരണങ്ങളുടെ താരതമ്യ വിശകലനത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ പാലിയോലിത്തിക് കാലഘട്ടം ഇന്നത്തെ 70,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു. പാലിയോലിത്തിക് ഘട്ടത്തെ പൊതുവെ ലോവർ പാലിയോലിത്തിക്, അപ്പർ പാലിയോലിത്തിക് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. കേരളത്തിലെ പുരാതന മനുഷ്യവാസത്തിന്റെ ആദ്യകാല തെളിവുകൾ ഉയർന്ന പാലിയോലിത്തിക് യുഗത്തിലും മധ്യശിലായുഗത്തിലും പഴക്കമുള്ളതാണ്. കാഞ്ഞിരപ്പുഴ നദികളിൽ നിന്ന് പി. രാജേന്ദ്രൻ കണ്ടെത്തിയ ശിലായുധങ്ങൾ അപ്പർ പാലിയോലിത്തിക് കാലഘട്ടത്തിലേതാണ്. പിന്നെ അതേപോലെ പി. രാജേന്ദ്രൻ പറയുന്നതനുസരിച്ച് കേരളത്തിലെ പുരാതന ശിലായുഗ ഉപകരണങ്ങൾ കൂടുതലും പ്രാദേശികമായി ലഭ്യമായ നദിയിൽ ധരിക്കുന്ന കോർട്ടൻ ഉരുളകൾ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകമുഖമായോ ദ്വിമുഖമായോ പ്രവർത്തിക്കുന്ന കോറ് ഫേക്ക് ടൂളുകൾ അവയിൽ അടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ കണ്ടെത്തിയ പാലിയോലിത്തിക് ഉപകരണങ്ങൾ ചോപ്പർ, സ്കോപ്പർ, ഫ്രേക്ക് പാരമ്പര്യത്തിൽപ്പെട്ടവയാണ്. കാഞ്ഞിരപ്പുഴ, ഭവാനി, പൊന്നാനി, ബേപ്പൂര്, മീനച്ചിൽ, കല്ലട നദീതടങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് ഉപകരണങ്ങൾ കണ്ടെത്തിയത്. ഇനി നോക്കുന്നത് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിനെ പറ്റിയാണ്. പാലിയോലിത്തിക് എന്ന വേർഡ് ഒരു ഗ്രീക്ക് വേർഡാണ്. പാലിയോ എന്നാൽ ഓൾഡ് എന്ന അർത്ഥം, ലിത്തിക് എന്നാൽ സ്റ്റോൺ എന്നാണ്. പാലിയോലിത്തിക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് ഓൾഡ് സ്റ്റോൺ ഏജ് ആണ്. പ്രാചീന ശിലായുഗത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 50 ലക്ഷം BC മുതൽ 50,000 BC വരെയുള്ള കാലഘട്ടമാണ് പ്രാചീന കാലഘട്ടം. ഇതാണ് ചരിത്രാതീത കാലഘട്ടത്തിലെ ഏറ്റവും പഴയ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോവർ പാലിയോലിത്തിക് പീരിയഡ് എന്നും പിന്നെ മിഡിൽ പാലിയോലിത്തിക് പീരിയഡ് എന്നും പിന്നെ അപ്പർ പാലിയോലിത്തിക് പീരിയഡും എന്നാണ് ഇതിനെ 3ആയി തരംതിരിച്ചത്. ഇവർ കൂടുതലായി ഉപയോഗിച്ചത് സ്റ്റോൺ ടൂൾ ആണ്. അതുകൂടാതെ മൃഗങ്ങളുടെ എല്ല്, മരകഷ്ണം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ സർവേ നടത്തിയപ്പോൾ കൂടുതലായി സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചത്. അങ്ങനെ സ്റ്റോൺസിനെ ഓരോ കാലഘട്ടത്തിലും മിനുസപ്പെടുത്തിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇനി എന്താണ് കോർ ടൂൾ എന്താന്ന് നോക്കാം. അതായത് ഒരു വലിയൊരു കല്ല് അത് വേറെ ഒരു കല്ല് കൊണ്ട് പൊട്ടിക്കുക. അപ്പോൾ കിട്ടുന്ന വലിയ കല്ലിനെ കോർ എന്നും ചെറിയ ചെറിയ പാർട്സിനെ ഫ്ലാക്സ് എന്നും പറയുന്നു. അപ്പോൾ കോറിൽ നിന്നും ഉണ്ടാക്കിയ ആ ടൂളിനെയാണ് കോർ ടൂൾ എന്ന് പറയുന്നത്. ഇതാണ് അവർ കൂടുതലായിക്കാണ്ട് യൂസ് ചെയ്തത്. ഇനി വേറെ കുറച്ച് ടൈപ്പ് ഓല് കല്ലുകൊണ്ട് ഉപയോഗിച്ച കുറച്ച് തരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് വലിപ്പം കൂടുതലുള്ള ടൂൾസാണ് അവർ പണ്ട് ഉപയോഗിച്ചത്. അതിന് എക്സാമ്പിളാണ് അപ്പോൾ ആൻഡ് ഹാക്സ്, അപ്പോൾ ക്ലാവർ ആൻഡ് ബബിൾ ടൂൾസ് ഒക്കെ. ഞാൻ പിക്ചർ ഇവിടെ കൊടുക്കുക, അപ്പോൾ മനസ്സിലാവും. ഹാൻഡ് ആക്സ് ടൂൾ എന്നാൽ അപ്പോൾ രണ്ട് വശവും പോളിഷ് ചെയ്തത്. അപ്പോൾ ക്ലാവർ ടൂൾ എന്നാൽ ഫാറ്റ് ടൈപ്പിലെ ടൂളെയാണ് നമ്മൾ ഫാറ്റ് ടൂൾ എന്ന് പറഞ്ഞത്. പിന്നെ അവർ യൂസ് ചെയ്ത ടൂളാണ് ബബിൾ ടൂൾസ്. അതായത് കുറച്ച് ഉണ്ടായി നിൽക്കുന്ന ടൂൾസിനെയാണ്, വല്ല ഷേപ്പും കാര്യമൊന്നും ഉണ്ടാവില്ല, അതാണ് ബബിൾ ടൂൾ. അപ്പോൾ ഇത്രയും ടൂൾസാണ് അവർ പാലിയേറ്റിക് പീരിയഡിൽ യൂസ് ചെയ്തത്. പിന്നെ ആ പാലിയേറ്റിക് പീരിയഡിനെ മിഡിൽ പാലിയേറ്റിക് ആൻഡ് അപ്പർ പാലിയേറ്റിക് എന്ന് പറയും. അപ്പം മിഡിൽ ആൻഡ് അപ്പർ പാലിയേറ്റിക്കിൽ അവർ തുടർന്ന് ഈ ഒരു എന്താ ടൂൾസ് കൊണ്ട് യൂസ് ചെയ്ത് പോന്നിരുന്നു. അപ്പോൾ അതിന് പുറമെ ചെറിയ ചെറിയ രീതിയിൽ ഇതിൽ മാറ്റം വരുത്തുകയും ചെയ്തു. അപ്പോൾ മിഡിൽ പാലിയേറ്റിക് ഏജിൽ കുറച്ചും കൂടി ലേറ്റ് അല്ലെങ്കിൽ മാക്സിമം സൈസ് ആക്കി യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പർ പാലിയേറ്റിക്കിൽ കുറച്ചും കൂടി ഷേപ്പ് കട്ടിംഗ് എഡ്ജസ് ടൂൾസാണ് യൂസ് ചെയ്തത്. ഇനി ലൈഫ് സ്റ്റൈൽ നോക്കാം. ഇവർ വേട്ടയാടുന്നവരും ഭക്ഷണത്തിന് വേണ്ടി ഇര തേടുന്നവരുമായിരുന്നു. ഇവർ കൂട്ടമായാണ് ഭക്ഷണത്തിന് പോയിരുന്നത്. ഇവർക്ക് പ്രത്യേകിച്ച് ജെൻഡർ ഒന്നും ഇല്ലായിരുന്നു. കാരണം എല്ലാവർക്കും ഒരു മതം വർഗീകരണ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരായിരുന്നു ഇവർ. അപ്പോൾ ഇവരെല്ലാം തിന്നിരുന്നു എന്നതിന് തെളിവായി ഗുഹകളിൽ നിന്ന് പച്ചക്കറി, പിന്നെ അതേപോലെ മത്സ്യം, മൃഗങ്ങളുടെ എല്ലുകൾ, തലയോട്ടികൾ അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവർ എല്ലാ ഭക്ഷണവും തിന്നിരുന്നു എന്നതായിരുന്നു. അപ്പോൾ ഇവരുടെ വസ്ത്രം ഇവർ ധരിച്ചിരുന്നത് അപ്പം മൃഗത്തോലും അതേപോലെ മരത്തോലും കൊണ്ടായിരുന്നു അത്രേ. പിന്നെ ഇവർ താമസിച്ചിരുന്നത് കൂടുതലായി ഗുഹകളിലായിരുന്നു. പിന്നെ ഇങ്ങനെ തുറന്ന് ഇട്ടുന്ന ഏരിയയിലൊക്കെ ആയിരുന്നു ഇവർ കൂടുതലായും താമസിച്ചിരുന്നത് അത്രേ. പിന്നെ ഇവർ ജീവിച്ചിരുന്നത് നാടോടികളെ പോലെയായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എങ്ങനെ നടക്കും, എവിടെ ഓൽക്ക് സ്ഥലം കാണുന്നത് അവിടെ നിൽക്കുന്ന ടൈപ്പിലുള്ള ജീവിതമായിരുന്നു പാലിയേറ്റിക് പീരിയഡ്. കാരണം ആദ്യം ഉണ്ടായ ഒരു മനുഷ്യരുണ്ടായ ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ പാലിയേറ്റിക് പീരിയഡ് എന്ന് പറയുന്നതല്ലേ. ആ ഒരു കാലത്ത് ഇവരിങ്ങനെ ആയിരുന്നു എന്നാണ് ഓരോ സർവേ ഒക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. ഇനി നമുക്ക് മെസോലിത്തിക് എന്താ നോക്കാം. ഇനി പറയാൻ പോകുന്ന മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗത്തെ പറ്റിയാണ്. മധ്യശിലായുഗം ചെറിയ മൂർച്ചയുള്ള ശിലായുധങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ചെറിയ ചെറിയ ഇപ്പം മൂർച്ചയുള്ള ടൂൾസൊക്കെ ആയിരുന്നു ആ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. പി. രാജേന്ദ്രന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും സാധാരണമായ മെസോലിത്തിക് ഉപകരണമാണ് സ്ക്രാപ്പുകൾ. മധ്യശിലായുഗ കാലഘട്ടത്തിലെ പ്രധാന സ്ഥലങ്ങൾ ഇനി നമുക്ക് ആ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നോക്കാം. അപ്പോൾ പണ്ട് കാലം മധ്യശിലായുഗ കാലഘട്ടത്തിലെ പ്രധാന സ്ഥലങ്ങളും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. അപ്പോൾ കണ്ണൂരിൽ നിർമ്മലഗിരി, പിന്നെ പാലക്കാട് ജില്ലയിലായിരുന്നു അവർ കൂടുതലായിക്കണ്ട് നിന്നിരുന്നത്. അത് എവിടേക്കാണ്? വലയാർ, പിന്നെ മലമ്പുഴ, പൊടിപ്പറ, മൻകര, പുലപ്പള്ളി, ചെറക്കൽപ്പടി, അയനൂർ, അങ്ങാലി, നരസിംഹമോയ്, പിന്നെ കീറക്കടവ്, പിന്നെ മലപ്പുറത്ത് ചേലൂരും പിന്നെ പാണ്ടിക്കാടുമാണ്. പിന്നെ വയനാട് ചെമ്പ്ര, പുളപ്പൊലി, പിന്നെ ഇടുക്കിയിൽ എന്ന് പറഞ്ഞാൽ കൂടക്കാടിലാണ്. പിന്നെ കൊല്ലത്തിലെ തെന്മല, പിന്നെ ഓടനവട്ടം, പിന്നെ തിരുവനന്തപുരത്ത് പറയുന്നത് ആൻകോടും നെയ്യാറുമാണ് അവർ വസിച്ചിരുന്നതായിക്കാണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പി. രാജേന്ദ്രൻ പറയുന്നതനുസരിച്ച് മിക്കവാറും എല്ലാ മധ്യശിലായുഗ സ്ഥലങ്ങളിലും കോർട്സ് കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം മലമ്പുഴ, പെരുംകടവ്, വില്ല എന്നിവിടങ്ങളിൽ ചില ഉപകരണങ്ങൾ ചേർട്ടിൽ നിർമ്മിച്ചിട്ടുണ്ട്. അടുത്തിടെ നരവംശാസ്ത്രം ഗവേഷകനായ NK രമേശ് കോഴിക്കോട് ജില്ലയിലെ വാണിന്മേൽ പ്രദേശത്ത് നിന്ന് ഏതാനും ശിലായുഗ ഉപകരണങ്ങൾ കണ്ടെത്തി. ഇനി കുറച്ച് കണ്ടെത്തലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ അതേപോലെ ദക്ഷിണേന്ത്യയിലെ മറ്റു ഭാഗങ്ങളുമായുള്ള കേരളത്തിൻ്റെ ശിലായുഗ ഉപകരണങ്ങളുടെ താരതമ്യ വിശകലനത്തെ അടിസ്ഥാനമാക്കി പി. രാജേന്ദ്രൻ പ്രസ്താവിച്ചു. അപ്പോൾ കേരളത്തിൻ്റെ മധ്യശിലായുഗം അപ്പോൾ 9000 മുതൽ 3000 വരെ കാലഘട്ടത്തിലാണ്.
അപ്പോൾ പാലക്കാട് ജില്ലയിലെ അണക്കരയിലും കോഴിക്കോട് ജില്ലയിലെ കിന്നാലൂരിലും അടുത്തിടെ നടത്തിയ ഖനനങ്ങളിൽ ഇരുമ്പ് യുഗത്തിനു മുമ്പുള്ള പുരാവസ്തു പാളിയിൽ നിന്ന് ചില പ്രധാന മധ്യശിലായുഗ ഉപകരണങ്ങൾ കണ്ടെത്തി. പിന്നെ അണക്കരയിലെ മെഗാലിത്തിക് ശ്മശാനങ്ങളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു പരീക്ഷണക്കുഴിയിൽ നിന്ന് ഏകദേശം 2 ഡസനോളം മൈക്രോലിത്തിക് കോട്ടുകൾ കണ്ടെത്തി. പിന്നെ അതേപോലെ തന്നെ കിനാലൂരിലെ മെഗാലിത്തിക് സൈറ്റിൽ കോട്ടീസിൻ്റെ മൈക്രോലിത്തിക്കുകളും കണ്ടെത്തി. അപ്പോൾ ഇരുമ്പ് യുഗത്തിനു മുമ്പുള്ള പുരാവസ്തു പാളിയിലാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ ഇവർ പണ്ട് താമസിച്ചിരുന്നു അല്ലെങ്കിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഏത് കാലഘട്ടത്തിൽ? മെസോലിത്തിക് കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി ലിയോലിത്തിക് എവിഡൻസ് ആണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അവിടെ അവർ താമസിച്ചിരുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ കണ്ടെത്തലുകളൊക്കെ ആണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. അതായത് നവീന ശിലായുഗ കാലഘട്ടം. അപ്പോൾ കെൽറ്റ് പോലെയുള്ള കൂടുതൽ സങ്കീർണമായ മിനുക്കിയ ശിലാ ടൂളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നിയോലിത്തിക് എന്ന് പറയുന്ന ഏജ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിലെ കണ്ണങ്കാട് കുന്നിൻ്റെ അടിവാരയിൽ നിന്നാണ് ഫിലിപ്പ് തടാകം ആദ്യത്തെ നിയോലിത്തിക് കോടാലി കണ്ടെത്തിയത്. അപ്പോൾ പി രാജേന്ദ്രൻ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നവീന ശിലായുഗ തെളിവുകൾ മൺട്രോത്തുരുത്തിൽ കണ്ടെത്തി. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നിന്ന് മിനുക്കിയ കൈക്കോടാലി കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. പിന്നെ മറ്റ് പ്രധാന ലിയോലിത്തിക് സൈറ്റുകൾ ആണ് ഇനി പറയാൻ പോകുന്നത്. അതായത് കൽപ്പറ്റ പുൽപ്പള്ളി വയനാടാണ്. പിന്നെ താമരശ്ശേരി കോഴിക്കോട്, പറമ്പിക്കുളം പാലക്കാട്, ആലുവ എറണാകുളം, പുത്താടി ഇടുക്കി എന്നിവയാണ് മറ്റ് വേറെ സൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നിയോലിത്തിക് യുഗം ലോകമെമ്പാടുമുള്ള കൃഷിയുടെ തുടക്കത്തിൻ്റെയും വികാസത്തിൻ്റെയും കാലഘട്ടം കൂടിയാണ് കേട്ടോ. അപ്പോൾ നിയോലിത്തിക് എന്ന് പറഞ്ഞ നവീന ശിലായുഗത്തിൽ മനുഷ്യ സമൂഹം വേട്ടക്കാരിൽ നിന്ന് കാർഷിക ഉൽപാദന രീതിയിലേക്ക് മാറി. അപ്പോൾ ആദ്യത്തെ 2 കാലഘട്ടം എന്ത് ചെയ്യും? വേട്ടയാടാനായിരുന്നു കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൃഷിയും കാര്യങ്ങളൊന്നും ആ കാലത്ത് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടം അപ്പോൾ നിയോലിത്തിക് ഒരു ഏജ് ആയപ്പോഴാണ് ഈ കൃഷി എന്താണെന്നും അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ അവർ പഠിച്ചത് കേട്ടോ. അപ്പോൾ ചരിത്ര പഠനങ്ങളിൽ ഈ മാറ്റത്തെ നിയോലിത്തിക് വിപ്ലവം എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ രാജൻ ഗുരുക്കളും രാഘവൻ വാര്യരും പറയുന്നതനുസരിച്ച് കേരളത്തിൻ്റെ നവീന ശിലായുഗ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഭക്ഷണം ശേഖരിക്കുക, പിന്നെ അതേപോലെ കൃഷിയുമായിരുന്നു അത്രേ. പിന്നെ അതുകൂടാതെ വേട്ടയാടലും മത്സ്യബന്ധനവും കൂടി അവർ ചെയ്തിരുന്നു. അപ്പോൾ നിയോലിത്തിക് ജനത പശുപരിപാലനത്തിൽ ഏർപ്പെട്ടിരുന്നതായി മറയൂർ പാറശാലയിലെ മൃഗങ്ങളുടെ റോക്ക് ആർട്ട് പെയിൻറ്റിങ് ചിത്രീകരിക്കുന്നു. കാരണം അവർ പണ്ട് കാലങ്ങളിൽ പാറമേൽ ഒരു പശുവിൻ്റെ ചിത്രം വരച്ചിരുന്നു. അതിനെയാണ് അപ്പോൾ റോക്ക് ആർട്ട് പെയിൻറ്റിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പറയാൻ പോകുന്ന ടോപ്പിക് പ്രീ ഹിസ്റ്റോറിക് റോക്ക് ഷെൽട്ടേഴ്സിനെ പറ്റിയാണ്. അതായത് ചരിത്രാതീത റോക്ക് ഷെൽട്ടറുകൾ. അപ്പോൾ കേരളത്തിലെ പ്രീ ഹിസ്റ്റോറിക് കൾച്ചറിൻ്റെ രണ്ടാമത്തെ തെളിവാണ് അപ്പോൾ എടക്കൽ, തോവേരി, മറയൂർ, പിന്നെ തേന്മാല, അങ്കോട് തുടങ്ങിയ പാറമടകളിൽ കാണപ്പെടുന്ന ശിലാകലകൾ. ഈ ശിലാകലകളെയെല്ലാം നിയോലിത്തിക്, ഇരുമ്പുയുഗം, ആദ്യകാല ചരിത്രകാലം എന്നിവ ഉൾപ്പെടെ വിവിധ സാംസ്കാരിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. പെട്രോലീഫുകൾ പെയിന്റുകൾക്കും ചേർന്നതാണ് കേരളത്തിൻ്റെ ശിലാകലകൾ. അതായത് പെട്രോലീഫുകളും പെയിന്റുകളുമാണ് ആ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പം ചരിത്രാതീത കാലത്തെ പ്രധാന പെട്രോലീഫ് സെറ്റാണ് എടക്കൽ. എടക്കലിലാണ് കൂടുതലായിക്കാണ്ട് പെട്രോലീഫ് ഉപയോഗിച്ചത്. പെട്രോലീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ചിത്രം ഇവിടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ കാണുന്നതിനെയാണ് പെട്രോഗ്രീഫുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു കല്ല് ഉപയോഗിച്ച് ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കുന്ന മനുഷ്യനായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ എന്തും ആ കല്ലുകൊണ്ട് അപ്പോൾ ചിത്രം വരയ്ക്കുന്നതിനെയാണ് പെട്രോഗ്രീഫുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതലായിക്കാണ്ടില്ലത് എടക്കൽ ഗുഹയിലാണ്. പിന്നെ മരയൂർ മടകളിൽ അപ്പോൾ ചിത്രരചനയാണ്, ചിത്രങ്ങളാണ് കൂടുതലായിക്കാണ്ട് പെയിന്റ് കൊണ്ടൊക്കെ ഉള്ള ചിത്രങ്ങളാണ് മറയൂർ പാറകളിൽ കൂടുതലായിക്കാണ്ടില്ലത്. എടക്കൽ ഗുഹയിലാണ് പെട്രോഗ്രീഫുകൾ കൂടുതലായി കണ്ടില്ലത്. ഇനി നമുക്ക് വിശദമായിക്കാണ്ട് എടക്കൽ ഗ്രേവ് അല്ലെങ്കിൽ എടക്കൽ ഗുഹനെ പറ്റി നോക്കാം.
1894 മലബാറിലെ ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രണ്ട് ഫോസറ്റാണ് എടക്കൽ ഗുഹ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തത്. വയനാട് ജില്ലയിലെ കൽപ്പറ്റക്കടുത്തുള്ള അമ്പലവയലിലെ അമ്പുകുത്തി മലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രാതീത കാലത്തെ കൊത്തുപണികളും ആദ്യകാല ചരിത്ര ലിഖിതങ്ങളും ഉള്ള ഒരു പ്രകൃതിദത്ത ശിലാശാലയാണ് ഇത്. രണ്ട് വലിയ പാറകൾക്കിടയിൽ ഒരു കൂറ്റൻ പാറക്കെട്ട് ചേരുമ്പോഴാണ് എടക്കൽ ഗുഹ രൂപപ്പെടുന്നത്. എടക്കൽ എന്ന പേരിന്റെ അർത്ഥം തന്നെ ഇടയിലുള്ള ഒരു കല്ല് എന്നാണ്. 1894 മുതൽ 1896 വരെയുള്ള കാലയളവിൽ ഫോസറ്റ് ഈ പ്രദേശം സന്ദർശിച്ച സമയത്താണ് ഈ സ്ഥലത്തിന്റെ പുരാവസ്തു സാധ്യതകൾ ആദ്യമായി ശ്രദ്ധിച്ചത്. ഈ സ്ഥലത്തിൻ്റെ ആന്ത്രോപോളജിക്കൽ ആൻഡ് ഹിസ്റ്ററി ആയിക്കാണ്ടുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഫോസറ്റിൻ്റെ അഭിപ്രായത്തിൽ കൊത്തുപണികൾ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളുടെ മനുഷ്യ ഉപയോഗത്തിനുള്ള വസ്തുക്കളെയും പ്രതീകങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. പ്രധാനമായും സൂര്യൻ്റെയും അഗ്നിയുടെ ചിത്രങ്ങൾ, അതായത് പണ്ട് കാലങ്ങളിൽ സൂര്യനും അതേപോലെ അഗ്നിയൊക്കെയാണ് അവർ ആരാധിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർ ആ ചിത്രങ്ങളൊക്കെ അവിടെ ചിത്രീകരിച്ചത് കേട്ടോ. പിന്നെ അതേപോലെ ഫോസറ്റ് പ്രസിദ്ധീകരിച്ച 2 ജേണൽസാണ് നോട്ട്സ് ഓൺ ദ റോക്ക് കാർവിംഗ് ഇൻ ദ എടക്കൽ കേവ് വയനാടും പിന്നെ അതേപോലെ ദ ഇന്ത്യൻ ആൻറ്റിക്വറിയും. ഈ 2 ജേണൽസ് 1901 അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. ഇനി എടക്കൽ ഗുഹയുടെ സവിശേഷതകൾ നോക്കാം. അതായത് കരിങ്കൽ ചുമരുകളിൽ പെട്രോഗ്ലീഫുകളോ കൊത്തുപണികളോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗുഹയുടെ ഇടതും വലതും ചുമരുകളിൽ കൊത്തുപണികളാണ് ഫുള്ളായി കാണുന്നത്. പിന്നെ അതേപോലെ കൊത്തുപണികളുടെ ഏറ്റവും സവിശേഷത ഒരു പ്രത്യേക ശിരോവസ്ത്രത്തോട് കൂടിയ പതിവ് മനുഷ്യ രൂപങ്ങളാണെന്ന് ഫോസറ്റ് ശ്രദ്ധിച്ചു. അതായത് ചുമരുകളിൽ കാണുന്ന രൂപങ്ങളൊക്കെ ഒരു പ്രത്യേക തരത്തിൽ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ ആളുകൾ മനുഷ്യരുടെ രൂപങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ ചിത്രങ്ങളാണ് പാറക്കെട്ടിൽ ഉണ്ടായിരുന്നെന്ന് നോക്കാം. പുറം കാഴ്ച, പിന്നെ ശിരോവസ്ത്രമുള്ള ഒരു മനുഷ്യരൂപം, ശിരോവസ്ത്രമുള്ള ഉയരമുള്ള മനുഷ്യരൂപം, പിന്നെ ഒരു സ്ത്രീയുടെ രൂപം, മുഖംമൂടി ധരിച്ച നർത്തകരുടെ രൂപങ്ങൾ, പിന്നെ ആന, പിന്നെ കാട്ടു നായകളുടെ രൂപങ്ങൾ, പിന്നെ മയില്, പിന്നെ ദമ്പതിമാരുടെ ചിത്രങ്ങൾ എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങളായിരുന്നു ആ പാറക്കെട്ടിൽ ഉണ്ടായിരുന്നത്. പിന്നെ കാട്ടുനായകളും ചെടികളും പൂക്കളും ഒരു തുരുത്തിയുടെ ആകൃതിയിലുള്ള നീണ്ട കൈയുള്ള ഒരു മനുഷ്യരൂപം, ഒരു ചക്രവണ്ടി, കൂടാതെ കുറച്ച് ജ്യാമിതീയ അടയാളങ്ങളുമായിരുന്നു ആ ഓരോ പാറക്കെട്ടിലും നമ്മൾ ഉണ്ടായിരുന്നത്. ഇടക്കൽ ഗുഹ എന്ന് പറഞ്ഞ ഗുഹയിലേക്ക് പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ആ ഒരു ചിത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇപ്പോഴും പറ്റും. എന്നീ കാര്യങ്ങളാണ് എടക്കൽ ഗുഹയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്താ നോക്കാം. ഇനി നോക്കുന്നത് മറയൂരിലെ ഗുഹാചിത്രങ്ങളെ പറ്റിയാണ്. എസ് പത്മനാഭൻ തമ്പി 1975 ഇടുക്കി ജില്ലയിലെ അഞ്ചുനാട് താഴ്വരയിലെ മയൂരിലെ റോക്ക് ആർട്ട് സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തതാണിത്. കൂടക്കാട്, പള്ളനാട്, ചെമ്പക്കാട് എന്നിങ്ങനെ അഞ്ചുനാട് താഴ്വരയുടെ വിവിധ സ്ഥലങ്ങളിൽ 3 ശിലാശാലകളുണ്ട്. അവ എഴുത്താല, അട്ടാല എന്നും അറിയപ്പെടുന്നു. കൂടക്കാട് ഷെൽട്ടറിന്റെ ഉപരിതലം മുഴുവൻ കുതിരകൾ, കാളകൾ, ആനകൾ, പാപ്പാന്മാരും ഇല്ലാത്തവരും മനുഷ്യരെ പോലെ ഇരിക്കുന്ന സന്യാസിമാർ, കൈകൾ ഉയർത്തി ഈന്തപ്പനകളുടെ മുദ്രകൾ, മംഗളകരമായ ചിത്രങ്ങൾ, പിന്നെ ആചാര നർത്തകർ, പിന്നെ ആചാരപരമായ രംഗങ്ങൾ എന്നിവയാൽ കൂടപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഷെൽട്ടറിന്റെ ഉപരിതലം ഫുള്ളായിക്കാണ്ട് ഉണ്ടായത്. പിന്നെ അതേപോലെ തന്നെ ചാരനിറത്തിലുള്ള പിങ്ക് കലർന്ന ബഫ്, പിന്നെ കുങ്കുമം, തവിട്ട് കലർന്ന മഞ്ഞ എന്നിവയാണ് പെയിന്റിങ്ങിനായി ഉപയോഗിക്കുന്ന നിറങ്ങൾ. കന്നുകാലികൾ, അണ്ണാന്, ആന, സവാരിക്കാർ, 3 മനുഷ്യ രൂപങ്ങൾ, എതിർദിശയിലേക്ക് മുകളിലേക്ക് പോകുന്ന ഒരു പ്രമുഖ കാള എന്നിവയാണ് ശ്രദ്ധിക്കപ്പെട്ട പ്രധാന ചിത്രങ്ങൾ ആ ഒരു പാറക്കെട്ടിൽ. പള്ളനാടിന്റെ
പാഠശാലയുടെ പെയിന്റിങ്ങുകൾ വെള്ള നിറത്തിലുള്ള പ്രധാനമായും സീലിംഗിലാണ് കാണപ്പെടുന്നത്. ഈ റോക്ക് ഷെൽട്ടറിൽ ഏറ്റവും കൂടുതൽ ഏകദേശം 400ഓളം റോക്ക് പെയിന്റിങ്ങുകൾ ഉണ്ട്. പ്രധാന ചിത്രങ്ങൾ ഇവയാണ്: മനുഷ്യരൂപങ്ങൾ, സവാരിക്കാർ, ഉള്ളതും ഇല്ലാത്തതുമായ ആനകൾ, പക്ഷികൾ, ആക്രോബാറ്റിക്സ്, യുദ്ധരംഗങ്ങൾ, ബോട്ട് പോലുള്ള ചിത്രങ്ങൾ, ജ്യാമിതീയ രൂപകൽപ്പനകൾ, ചെടികൾ തുടങ്ങിയവയാണ്. ചമ്പക്കാടുള്ള മൂന്നാമത്തെ ഷെൽട്ടറിന് പാർശ്വവീതിയിൽ പെട്രോഗ്രാഫ് ഉണ്ട്. വെളുത്ത നാരങ്ങ പോലുള്ള പിഗ്മെന്റ് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളാണ് പ്രധാന ചിത്രങ്ങളായി പിന്നെ വരുന്നത്. പിന്നെ SP തമ്പി, കന്നുകാലി, ഉറുമ്പ്, കുതിര എന്നിവയെ മധ്യശിലായുഗത്തിലേക്കും മനുഷ്യരൂപങ്ങൾ നിയോലിത്തിക് ചാൽക്കോലിത്തിക് കാലഘട്ടത്തിലേക്കും ആനയുടെ സായുധ സവാരിയെ ആദ്യകാല ചിത്രത്തിലേക്കും ആരോപിക്കുന്നു. ചുരുക്കത്തിൽ ഈ അഭയ കേന്ദ്രത്തിന്റെ ചിത്രങ്ങൾ കേരളത്തിലെ തുടർച്ചയായ 3 സാംസ്കാരിക ഘട്ടങ്ങളുടേതായിരുന്നു. അത് ഏതൊക്കെ നോക്കാം. മെസോലിത്തിക്, നിയോലിത്തിക്, ഇരുമ്പ് യുഗം എന്നീ 3 ഘട്ടങ്ങളായിരുന്നു ഈ ഒരു കേരളത്തിൽ തുടർച്ചയായ സാംസ്കാരിക ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ തേന്മല റോക്ക് ഷെൽട്ടറും കൂടി ഉണ്ട്. അതായത് കൊല്ലം ജില്ലയിലെ തേന്മലയിൽ ചെന്തുരുണ്ണി മലയുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന തേന്മല റോക്ക് ഷെൽട്ടറാണ്. കൊത്തുപണികളുള്ള മറ്റൊരു പ്രീ ഹിസ്റ്റോറിക്കൽ റോക്ക് ഷെൽട്ടറാണ്. പി രാജേന്ദ്രൻ ഏതാനും മെസോലിത്തിക് ഉപകരണങ്ങളും മരക്കരി സാമ്പിളുകളും കണ്ടെത്തി. കൽക്കരി സാമ്പിളുകൾ കാലഹരണപ്പെട്ടതായി അദ്ദേഹം ഇവിടെ പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചരിത്രാതീത മനുഷ്യ അധിനിവേശം BC 3000 വരെ തേന്മലയിൽ നിലനിന്നിരുന്നതായാണ് അദ്ദേഹം പറയുന്നത്. പൂക്കളുടെ രൂപത്തിന് പുറമെ ത്രികോണങ്ങൾ, വൃത്തങ്ങൾ, പിന്നെ ചതുരങ്ങൾ എന്നിവ പോലുള്ള കുറച്ച് ജാമിതീയ പാറ്റേണുകളും അവിടെ ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൃത്തത്തിലെ സ്പോട്ട് പോലുള്ള, അതായത് ഒരു വൃത്തത്തിന്റെ ഉള്ള ഒരു പോയിന്റ് പോലെയുള്ള അടയാളങ്ങൾ ഒരു ചക്രത്തോട് സാമ്യമുള്ളതാണ്. കൊത്തുപണികൾ എടക്കല്ലിന്റെ സമാനമായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് കൊത്തുപണികൾ എന്ന് പറയുന്നത് എടക്കല്ലിനെ പോലെ തന്നെയാണ് തേന്മലയിലും ചിത്രീകരിച്ചിട്ടുള്ളതായാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ബാക്കി പോർഷൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ